സ്വാഗതം ട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താ വെച്ചാൽ ഒരു പോസ്റ്റ് കണ്ടതിനെ കുറിച്ച് കേട്ടോ, ഒരു കാര്യം കേട്ടതിൻ്റെ ഞെട്ടലിലാണ് കേട്ടോ. ഞാനെന്നല്ല, കേരളത്തിലെല്ലാവരും ഞെട്ടലിലാണ്. ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ വായിച്ചാൽ അറിയാൻ പറ്റും. അത് കേട്ടിട്ട് എല്ലാവരും ഒന്നും ഞെട്ടിയിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ FBയിൽ ഒരു പോസ്റ്റ് കണ്ട്, എൻ്റെ FBയിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അതിനൊക്കെ വന്നിട്ട് റിപ്ലൈ തരുന്ന ഒരാളാണ് ഇട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റ് എന്താണ്, പെൺഭാര്യമാരെ ചിരവുകൊണ്ട് മാത്രമല്ല TV ബോക്സ് കൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്താണെന്നത് അപ്പോൾ കത്തിപ്പോയില്ല, കാരണം ഞാനിത് അറിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ, ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നീടാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഞെട്ടിപ്പോയിട്ട്, ഈ ആരെ സംഭവിച്ചത്, നമ്മൾ പല ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുള്ള വഴക്കും തല്ലും ബഹളങ്ങളൊക്കെ അടിച്ച് പിരിഞ്ചിലാഹ എന്ന് പറയുന്നത്, അതൊക്കെ നമ്മൾ എത്രയെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആരെ സംഭവിച്ചാൽ നമ്മുടെ ഫിലോകാലിയ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ്റെ നമ്മുടെ ജിജി മാഡം പിന്നെ അതിൻ്റെ ഭർത്താവും തമ്മിൽ വഴക്കായി അടിയായി എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ ഞാൻ വിചാരിക്കുക, ഒരു മോട്ടിവേഷൻ എടുക്കണ മാഡാണല്ലോ അത്, ജിജി മാഡം. പിന്നെ അതിന് ഭർത്താവാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്, നമ്മൾ കണ്ടിക്കണ അങ്ങനെയല്ല, നല്ല മാതൃകാപരമായ ഒരു ദമ്പതിമാരാണല്ലോ അവർ പലർക്കും പല സഹായങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് എല്ലാവരെയും നേർവഴിക്ക് കൊണ്ടുവരികയും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് കൂടുതലും മോട്ടിവേഷൻ ജിജിമാടെ ക്ലാസ് എടുക്കാറില്ലേ. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ അതൊന്ന് കേട്ടതാണ്. അതായത് നമ്മൾ ചൂരൽമലയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെ ഒരു 100 വീട് വെച്ച് കൊടുക്കാമെന്ന് ഇവർ ഏറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഇപ്പോൾ ലാസ്റ്റത്തെ അവർ ചെയ്ത ഒരു ഇത്. അപ്പം അതിന് ശേഷം അപ്പോൾ അതൊക്കെ ഒരു വർഷമായില്ല, അപ്പോൾ 9 മാസമായിട്ട് ഇവർ തെറ്റി നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ ന്യൂസിൽ കണ്ടത്. അപ്പോൾ ഭർത്താവിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് അതന്നെ എല്ലാവരും ന്യൂസ് ഇട്ടിട്ടുണ്ട് സംഭവം. അപ്പോഴാണ് എനിക്ക് ആദ്യം കണ്ട ആ പോസ്റ്റിനെ ഒരു കത്തിപ്പോയത്, കാരണം ചിരവുകൊണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് അടിച്ചത്, സെറ്റ് ബോക്സ് കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ TV ബോക്സ് കൊണ്ട് അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോസ്റ്റ് ഇട്ടതിൻ്റെ കാര്യം കത്തിപ്പോയത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ അതിനൊരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനൊരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ ഭാര്യമാരും ഭർത്താക്കന്മാർ തന്നെയാണ് ചിരവുകൊണ്ടടിക്കില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട് ചില നാട്ടുകളിലൊക്കെ. പക്ഷെ ഇതിപ്പോൾ ആരാണ് ഭാര്യനെ ചിരവുകൊണ്ടടിച്ചത് ചിരവുകൊണ്ടടിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി ഒന്നും വന്നില്ല, ഒരു ഇമേജ് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, ഇമോജി അത് മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ആലോചിച്ചിട്ട് വല്ലാത്തൊരു അതിശയം തോന്നുക. കാരണം എന്താ വെച്ചാൽ എല്ലാ ദാമ്പത്യ ദമ്പതിമാർക്കും ഇതുവരെ ഉണ്ടായവർക്കും ഇനിയിപ്പുള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു ദമ്പതിമാരായിരുന്നല്ലോ അവർ. അപ്പോൾ ഈ ഒരു 9 മാസമായിട്ട് ഇവർ തെറ്റിപ്പിടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ ഈ ന്യൂസുകളൊന്നും കാര്യങ്ങളൊന്നും വരാതിരുന്നത്. ചൂരൽമലയിൽ ആ ഒരു 100 വീട് അവർ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് ഉണ്ടായ പോസ്റ്റുകളെ കണ്ടിട്ടുള്ളൂ. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാനും വിചാരിച്ചു, പിന്നെ ഞാനും കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാവും ഞാൻ ഫോൺ നോക്കാത്തതുകൊണ്ടാവും ചിലപ്പോൾ കാണാതിരുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സംഭവം ഇതാണ്. അപ്പം അവരൊന്നും രണ്ടുപേരും അല്ലെങ്കിൽ ആരാണോ പ്രകോപിതനാവണം വെച്ചെങ്കിൽ ആ ആള് ഒന്ന് ചിന്തിക്കേണ്ട, അവർക്ക് ഈ നാട്ടിലുള്ളൊരു പിന്നെ ആദരവും ബഹുമാനവും ഒക്കെ കേരളീയർ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ മറന്നിട്ട് വഴക്കടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അതിശയാന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അപ്പം ഞാൻ അപ്പോൾ കമൻറ്റ് ബോക്സിൽ വരുന്നതൊക്കെ തന്നെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ദമ്പതിമാരാണ്. ദമ്പതിമാർക്ക് ക്ലാസ് എടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന മാഡാണ്. അവർക്കൊക്കെ അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണോ എന്ന് അപ്പോൾ മാതൃക ആവേണ്ടവർ തന്നെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പിന്നെ ഭാവി തലമുറ എന്താവും
എന്നൊക്കെയാണ് കേട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ, നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ലാത്ത തരത്തിലുള്ള കമൻറ്റുകളാണ് ആ കമൻറ്റ് ബോക്സിൽ ഫുള്ളും കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കും ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് അതിശയം വരിക. എന്താ അവരെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നല്ലോ, അവരങ്ങനെ അവരുടെ ഒരു സുഖം നോക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലായിരുന്നില്ലേ. പിന്നെ അവർ ജനങ്ങളെ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന, അവർ നല്ല നല്ല തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ദാമ്പത്യം ബന്ധം, നല്ലൊരു വ്യക്തികളായിരുന്നു അവർ രണ്ടുപേരും. അപ്പം ഇങ്ങനെ തല്ലൂടി വഴക്കടിച്ച് പോലീസ് കേസെടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഷോക്കിലിരിക്കണം ഞാൻ. അപ്പം ഇന്നലെ ഞാൻ ലൈവ് ഇട്ടപ്പോൾ അതിന് 2 അക്ഷരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മാതൃഭൂമിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ. അപ്പോൾ അതിൽ 2 അക്ഷരം ഞാൻ പറഞ്ഞു, പക്ഷെ വിശദമായിട്ട് അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടു എന്നല്ലാതെ, ഒരു വീഡിയോ അല്ല, വാർത്തയല്ല, അതൊരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു പോസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ കാര്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല ഞാൻ ലൈവിൽ അതിനെ പറ്റി പറയുമ്പോൾ. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് രാത്രി ഇങ്ങനെ ആകും തോറും കൂടുതൽ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എല്ലാ ചാനലിലും ഒക്കെ ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അപ്പം എന്താ ചെയ്യല്ലേ, നല്ല ആൾക്കാർ ഇപ്പോൾ ചീത്താവാൻ തുടങ്ങി. കാലത്തിൻ്റെ ഒരു പോക്കേ. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്നെ പോലും ഉള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അവർ പ്രശ്നങ്ങളില്ലാത്തൊന്നുമില്ല. 100 എടുത്താൽ 20 ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർ തന്നെയാണ്. അതിലൊരു 10 പേര് പിരിഞ്ഞ് വേറെ 10 പേര് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ചും കുറച്ചൊക്കെ ഉള്ളിൽ വെച്ചും അങ്ങനെയൊക്കെ ജീവിച്ചു പോകണം. പിന്നെ ഒരു 80% പേര്, ഒരു 80 പേര് നല്ല രീതിയിൽ പോണവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നല്ലവർ പിന്നെ എന്താ പറയുക, മോശമായ അങ്ങനെ പ്രശ്നങ്ങളുള്ള ആ 20 പേരെ കൂടി പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരായിരുന്നു അവർ. ആ 100 പേരും പ്രശ്നങ്ങളില്ലാത്തവരായിരിക്കണം എന്നുള്ള ഇതിൽ നല്ല ക്ലാസ്സും നല്ല ഉപദേശങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഒരാൾക്കാരായിരുന്നു. ആ ഒരു ഇതിനുള്ള പേര് ദോഷം വരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം കേട്ടോ. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.